സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ ശബ്ദം. ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ ആവൃത്തി എന്താണ്, അതുപോലെ അൾട്രാസോണിക്, ഇൻഫ്രാസോണിക്, നോയ്സ് പൊല്യൂഷൻ, അതായത് ശബ്ദമലിനീകരണം, ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിലൊരു കുട്ടി ബെല്ല് പ്രവർത്തിപ്പിക്കുകയാണ്. ആ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ആ കുട്ടിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അതായത് ഇവിടെ കുട്ടി പറയാണ്, ബെല്ല് പ്രവർത്തിച്ചിട്ടും ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതിന് കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കഴിഞ്ഞ വർഷം നിങ്ങൾ ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ശബ്ദം കേൾക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതൊക്കെ ശരിയാണോ എന്ന് കേട്ടോ. ചാപ്റ്റർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയിൽ ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് പരിചിതമായ ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് സ്കൂൾ ബെല്ല് മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, കുയിലിൻ്റെ നാദം, ഇടിനാദം, വാഹനങ്ങളുടെ ശബ്ദം, സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം, മെഷീനുകൾ പ്രവർത്തിക്കുമ്പോഴുള്ള ശബ്ദം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു ശബ്ദം 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 അല്ലേ. എന്താ ഈ ശബ്ദം എന്ന് പറയുന്നത്? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഊർജ്ജരൂപത്തെയാണ് ശബ്ദം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ശബ്ദം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്ന്, സംഗീതാസ്വാദനത്തിന് ശബ്ദം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കെന്താ, ആശയവിനിമയത്തിന് അല്ലേ. സ്കൂൾ ബെല്ലിൻ്റെ ശബ്ദം, അലാറം, സൈറൺ ഇവയുടെ ശബ്ദം, മൊബൈൽ റിംഗ് ടോൺ ശബ്ദം. ഇനി അടുത്തതൊരു പ്രവർത്തനമാണ്. ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പെൻസിൽ ബോക്സ്, റബ്ബർ ബാൻഡ്, പെൻസിലുകൾ ഇവ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കുന്ന ഒരു ഉപകരണം നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ റബ്ബർ ബാൻഡിൻ്റെ മധ്യഭാഗം അല്പം വലിച്ചു വിടൂ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം എന്തായാലും കേൾക്കാൻ പറ്റും അല്ലേ. റബ്ബർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രുതഗതിയിൽ ചലിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടോ? അതായത് കുറച്ച് നേരത്തേക്ക് ആ റബ്ബർ ബാൻഡ് ചലിക്കുന്നുണ്ടാവും. റബ്ബർ ബാൻഡ് ഏത് തരം ചലനത്തിലാണ്? അതായത് റബ്ബർ ബാൻഡ് എങ്ങനെയായിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുക? അതിനൊരു കമ്പനായിരിക്കും ഉണ്ടാവുക. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരുകളൊക്കെ എഴുതാനാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തിൽ റബ്ബർ ചുറ്റിക കൊണ്ടടിച്ച് ഉത്തേജിപ്പിക്കൂ. ഉത്തേജിപ്പിച്ച ഫോർക്കിനെ ചെവിയുടെ സമീപത്തേക്ക് കൊണ്ടുവരൂ. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ഹാമർ വെച്ച് അടിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭുജങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ കമ്പനം ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ശബ്ദം നമുക്ക് ചെവിയുടെ അടുത്ത് കൊണ്ടെന്ന് വെച്ചാൽ കേൾക്കാനായിട്ട് സാധിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭുജങ്ങൾ മൃദുവായി സ്പർശിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഭുജങ്ങൾ കമ്പനം ചെയ്യുന്നതായി അനുഭവപ്പെടുന്നില്ല എന്ന്. അതായത് അത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഒന്ന് വൈബ്രേഷൻ ഉണ്ടാവും അതിൽ. ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച ശേഷം അതിൻ്റെ ഭുജങ്ങൾ പാത്രത്തിലെ ജലോപരിതലത്തിൽ സ്പർശിച്ചു നോക്കൂ. അതായത് ഇവിടെ ഒരു 8.5 എന്ന് പറയുന്നൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി മുക്കണം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ജലകണികകൾ തെറിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന്, അതായത് ഈ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് ആ ജലത്തുള്ളികൾ തെറിച്ചു പോകാനുള്ള കാരണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ട്യൂണിംഗ് ഫോർക്കിനെ വീണ്ടും ഉത്തേജിപ്പിച്ച ശേഷം അതിൻ്റെ ഭുജങ്ങൾ രണ്ടിലും കൈകൊണ്ട് മുറുകെ പിടിക്കൂ. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം കൊണ്ടാണ് നമുക്കതിൽ നിന്നും ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. ഇനി അതിൻ്റെ നിരീക്ഷണത്തിന് ശേഷം നിഗമനത്തിൽ എത്തിച്ചേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് അതിൽ നിന്നും ശബ്ദം ഉണ്ടാകുന്നത്. ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ കമ്പനം ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഭുജത്തിൽ കയറി പിടിക്കാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഭുജങ്ങൾ പിന്നെ അത് കമ്പനം ചെയ്യില്ല. അപ്പോൾ നമുക്കതിൽ നിന്നുണ്ടാകുന്ന ശബ്ദവും കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്നാണ്. ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ. അപ്പോൾ ഏതൊരു വസ്തുവാണോ ശബ്ദത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള വസ്തുക്കളെ പറയുന്നതാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന്. ഇനി അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് തന്നിട്ടുണ്ട്. സംഗീതോപകരണങ്ങൾ, ലൗഡ് സ്പീക്കർ, റേഡിയോ, വാഹനങ്ങളുടെ ഹോണുകൾ, ഇതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സംഗീത ഉപകരണങ്ങളുടെ പേരുകൾ എഴുതാനാണ്. ഇവിടെ ഓടക്കുഴൽ തന്നിട്ടുണ്ട്, മൃദംഗം തന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം തബല, വയലിൻ, ഗിറ്റാർ, അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത സംഗീത ഉപകരണങ്ങളുടെ കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്.
നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഓടക്കുഴലിൻ്റെ വായുരൂപമാണ്, മൃദംഗത്തിൻ്റെ തുകലാണ്, തബലയുടെ തുകലാണ്, വയലിനും ഗിറ്റാറും കമ്പികളാണ്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ആദ്യത്തെ സംഗീതോപകരണം വീണയാണ്. ഇതിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം കമ്പികളാണ്. അതുമായി ബന്ധപ്പെട്ട് കമ്പനം ചെയ്യുന്ന ഭാഗമാണ് വായു, ചട്ടക്കൂട്. വയലിൻ വരുമ്പോൾ കമ്പികൾ, അതുപോലെ തന്നെ വായു, ചട്ടക്കൂട്. ഇലത്താളത്തിൽ ലോഹഭാഗം, കമ്പനം ചെയ്യുന്ന പ്രധാന ഭാഗം വായു. തബലയിൽ വരുന്നത് തുകലാണ്. തബലയ്ക്കുള്ളിലെ വായുരൂപം, മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട്. ഹാർമോണിയത്തിൽ റീഡുകളാണ്. പിന്നെയോ കമ്പനം ചെയ്യുന്ന ഭാഗം വായു, ചട്ടക്കൂട്. ചെണ്ടയിൽ വരുന്നത് തുകലാണ്, മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട്, ചെണ്ടയ്ക്കുള്ളിലെ വായുരൂപം. ഓരോ ശബ്ദ സ്രോതസ്സിനും കമ്പനം ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സിൻ്റെ പല ഭാഗങ്ങളുടെ കമ്പനങ്ങളുടെയും ചുറ്റുമുള്ള വായുവിൻ്റെ കമ്പനങ്ങളുടെയും പരിണിതഫലമായിട്ടാണ് നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഒന്നാമത്തെ കാര്യം പറയുന്നത് പല ഭാഗങ്ങളുടെയും കമ്പനങ്ങളുടെയും അതുപോലെ തന്നെ ചുറ്റുമുള്ള വായുവിൻ്റെ കമ്പനം മൂലമാണ് നമുക്ക് ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നതെന്ന്. സംഗീതോപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദം കൂടുതൽ ഇമ്പമുള്ളതാക്കാനും ശബ്ദത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാനും പ്രധാന ഭാഗത്തിൻ്റെയും അനുബന്ധ ഭാഗങ്ങളുടെയും കമ്പനം സഹായിക്കും. ഇവിടെ സംഗീതോപകരണങ്ങളുടെ ശബ്ദത്തിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് കേൾക്കാനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാനും കാരണമാകുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ കമ്പനം മൂലമാണ് നമുക്കിതൊക്കെ വളരെ മനോഹരമായിട്ട് തീരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏത് ഭാഗമാണ് പ്രധാനമായിട്ടും കമ്പനം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് തൊണ്ടയിൽ സ്പർശിച്ചു നോക്കൂ, കമ്പനം അനുഭവപ്പെടുന്നില്ലേ? നമുക്ക് വൈബ്രേഷൻ അനുഭവപ്പെടും അല്ലേ? അതായത് ശ്വാസനാളത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത് അല്ലേ? അതായത് സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് എന്ന്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വനതന്തുക്കൾ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നത് എന്ന്. ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പേശികൾ മാത്രമാണ് അല്ലേ? ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? തൊണ്ട ഉണ്ട്, ചുണ്ടുകളുണ്ട്, വായു ഉണ്ട് അല്ലേ? ഇത്രയും ഭാഗങ്ങളൊക്കെ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം നമ്മൾക്ക് പുറത്തേക്ക് വരുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന സംഗീതോപകരണങ്ങൾ വാദനം ചെയ്യുമ്പോൾ കമ്പനം ചെയ്യുന്ന പ്രധാന ഭാഗം ഏത്? മൃദംഗത്തിൻ്റെ തുകലാണ്, അല്ല നമുക്ക് ഡയഫ്രം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓടക്കുഴലാണെന്നുണ്ടെങ്കിൽ വായുരൂപം, ഗിറ്റാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കമ്പികൾ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രധാന ഭാഗമായോ അനുബന്ധ ഭാഗമായോ വായു കമ്പനം ചെയ്യുന്ന സംഗീതോപകരണങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഓടക്കുഴൽ കൊടുക്കാം, ഹാർമോണിയം, പിയാനോ, വയലിൻ, വീണ, ഗിറ്റാർ, ചെണ്ട, അങ്ങനെ എല്ലാതും കൊടുക്കാം കേട്ടോ. അവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ ആ ജീവികൾ ശബ്ദമുണ്ടാക്കുമ്പോൾ അവയുടെ ഏത് ശരീരഭാഗമാണ് കമ്പനം ചെയ്യുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തേനീച്ചയുടെ ശബ്ദമുണ്ടാക്കുന്ന പ്രധാന ഭാഗം ചിറകാണ്, ആനയുടെ സ്വനതന്തുവാണ്, കൊതുകിൻ്റെ ചിറകാണ്, ചീവീടിൻ്റെ ചിറകാണ്, കുയിലിൻ്റെ സ്വനതന്തുക്കളാണ്. അടുത്തത് ശബ്ദപ്രേക്ഷണം. അതിനുവേണ്ടി ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ച് സുതാര്യമായ ഗ്ലാസ് കണ്ടെയ്നറിനുള്ളിൽ ബാറ്ററിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബസർ തൂക്കിയിട്ട ശേഷം കണ്ടെയ്നർ അടയ്ക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്യൂബിനെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബസർ അതിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോയെന്ന്. ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. കണ്ടെയ്നറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബിലൂടെ കണ്ടെയ്നറിനുള്ളിലെ വായുവിനെ വായ്ക്കകത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് വെച്ചിട്ടുണ്ടല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം? നമ്മുടെ വായിലേക്ക് ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്നും വായുവിനെ നമ്മൾ വലിച്ചെടുക്കണം. അപ്പോൾ എന്തായിരിക്കും? ശബ്ദം കുറയാൻ തുടങ്ങും. അതായത് കണ്ടെയ്നറിൻ്റെ ഉള്ളിലെ വായു കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ബെല്ലിൽ നിന്നുള്ള ശബ്ദം കുറയാൻ തുടങ്ങും. ഇനിയും കുറെ കൂടി വായുവിനെ നീക്കം ചെയ്ത് നോക്കൂ, ശബ്ദം വീണ്ടും കുറയുന്നില്ലേ? വായു പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലെ വായുവിനെ പുറത്തേക്ക് നമ്മൾ വലിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വായു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും കേൾക്കുന്ന ശബ്ദത്തിൻ്റെ അളവും കുറയും. അതിൻ്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായും വായുവിനെ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസർ പ്രവർത്തിക്കുന്ന ശബ്ദം നമുക്ക് ഒരിക്കലും കേൾക്കാൻ സാധിക്കില്ല.
ഈ ഒരു പ്രവർത്തനത്തിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്ന നിഗമനം എന്താണെന്ന് വെച്ചാൽ വായുവിലൂടെ സഞ്ചരിച്ചാണ് ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തുന്നത്. ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ ശബ്ദത്തിന് കഴിയില്ല. അപ്പോൾ വായുവിലൂടെ സഞ്ചരിച്ചിട്ടാണ് ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തുന്നത്. ശൂന്യതയിൽ ഒരിക്കലും ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കണ്ടെയ്നറിൻ്റെ ഉള്ളിലെ വായുവിനെ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശബ്ദം ഒരിക്കലും പുറത്തേക്ക് കേൾക്കാൻ സാധിക്കില്ല. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കുട്ടി അലാറം പ്രവർത്തിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് ആ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെ ഒരു വാക്വം പമ്പും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബെൽ ജാറിൻ്റെ ഉള്ളിൽ നിന്നും വായുവിനെ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടാണ് ആ ഒരു ബെല്ല് അവിടെ പ്രവർത്തിപ്പിച്ചിരുന്നത്. അതായത് അലാം പ്രവർത്തിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദം വെളിയിലേക്ക് കേൾക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശബ്ദം വായുവിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ചെവിയിലേക്ക് എത്തുന്നതെന്ന്. ഇനി ശബ്ദം വായുവിലൂടെ മാത്രമാണോ സഞ്ചരിക്കുന്നത്? ഇനി നമുക്ക് നോക്കാം. ശബ്ദപ്രേഷണവുമായി ബന്ധപ്പെട്ട് 2 പ്രവർത്തനങ്ങൾ കൂടി ചെയ്തു നോക്കാം. കുട്ടികൾ ഡെസ്കിൽ ചെവി അമർത്തി വച്ച ശേഷം മറ്റൊരു കുട്ടി ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിപ്പിച്ച് അതിൻ്റെ തണ്ട് ഡെസ്കിൽ അമർത്തട്ടെ. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കും അല്ലേ. ഈ സന്ദർഭത്തിൽ ഏതെല്ലാം മാധ്യമത്തിലൂടെയാണ് ശബ്ദം പ്രേഷണം ചെയ്തത്? അപ്പോൾ ഏതൊക്കെ മാധ്യമത്തിലൂടെ ആയിരിക്കും? ഒന്നാമത്തത് ഡെസ്കിലൂടെ, രണ്ടാമത്തെ നമുക്ക് പറയാം എന്താ, വായുവിലൂടെ അല്ലേ. ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശബ്ദത്തിന് ഖരവസ്തുക്കളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന്. ഇനി നമുക്ക് നോക്കാം ശബ്ദത്തിന് ദ്രാവകങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ഒരു ബക്കറ്റിൽ ജലമെടുക്കുക. ജലത്തിനുള്ളിലായി ഒരു സ്റ്റീൽ പാത്രം പിടിച്ച് അതിനെ സ്പൂൺ കൊണ്ട് തട്ടി നോക്കൂ. ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സമയത്ത് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കും അല്ലേ. ഈ സന്ദർഭത്തിൽ ഏതെല്ലാം മാധ്യമത്തിലൂടെയാണ് ശബ്ദം സഞ്ചരിച്ചത്? അപ്പോൾ ഏതൊക്കെ മാധ്യമത്തിലൂടെ ആയിരിക്കും ശബ്ദം സഞ്ചരിച്ചിട്ടുണ്ടാവുക? ഒന്ന് നമുക്ക് പറയാം, ജലത്തിലൂടെയും അതുപോലെ വായുവിലൂടെയും അല്ലേ. ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരാണ്. അതായത് ശബ്ദത്തിന് വാതകങ്ങളിലൂടെ മാത്രമല്ല ദ്രാവകങ്ങളിലൂടെയും ഖരവസ്തുക്കളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ഒരിക്കലും ശൂന്യതയിൽ സഞ്ചരിക്കില്ല. അതിനൊരു മാധ്യമം ആവശ്യമാണ്. ഒന്നല്ലെങ്കിൽ ജലമാവാം, അല്ലെങ്കിൽ വായു ആവാം, അല്ലെങ്കിൽ ഖരവസ്തുക്കളാവാം അല്ലേ. ഇതിലൂടെ മാത്രമേ ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ. പാമ്പിൻ്റെ കാര്യമാണ് എന്നോട് പറയുന്നത്. ഇര പിടിക്കാനും ആത്മരക്ഷയ്ക്കുമായി തറയിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ തറയിൽ കൂടെയുള്ള അനക്കങ്ങളാണ് പാമ്പുകൾ മനസ്സിലാക്കിയിട്ട് അത് ഇരപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഡോൾഫിൻ, തിമിംഗലങ്ങൾ തുടങ്ങിയ ജലജീവികൾ ആശയവിനിമയത്തിന് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഈ കടൽ മത്സ്യങ്ങളൊക്കെ എങ്ങനെയാണ് ജലത്തിലൂടെയുള്ള ആ ഒരു ശബ്ദങ്ങളൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്താണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഈ ഒരു ആൻസർ നിങ്ങൾ കഴിഞ്ഞോളം പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. ബഹിരാകാശത്ത് വായു ഇല്ലാത്തതിനാൽ ശബ്ദപ്രേഷണം സാധ്യമാകില്ല. അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കാനുള്ളത് ശബ്ദവേഗത്തെക്കുറിച്ചാണ്. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് താഴെ കൊടുത്ത ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ തന്നിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം. ആദ്യം തന്നിട്ടുണ്ട് ഖരത്തിൽ തന്നിട്ടുള്ളത് അലൂമിനിയമാണ്. ശബ്ദത്തിൻ്റെ വേഗം 6423, സ്റ്റീല് 5944. ദ്രാവകത്തിലോ കടൽ ജലം, ശുദ്ധജലം. അതിൽ 1525ഉം ശുദ്ധജലത്തിൻ്റെ 1485ആണ്. വാതകത്തിൽ ഹീലിയം, വായു. ഹീലിയം 968, വായു 347. എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗത്തിലാണോ ശബ്ദം സഞ്ചരിക്കുന്നത്? അല്ലല്ലോ, അതിൻ്റെയും വാല്യൂസ് വ്യത്യാസമാണ്. പദാർത്ഥം ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴാണ് അതിലൂടെയുള്ള ശബ്ദവേഗം കൂടുതൽ? ഏതിലൂടെ ആയിരിക്കും? ഖരത്തിലൂടെയാണ്. കുറവ് വരുന്നതോ? വാതകത്തിലൂടെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദവേഗം വ്യത്യസ്തമാണെന്ന്. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസമുണ്ടാകുന്നു. അതായത് താപനില കൂടുമ്പോൾ ശബ്ദവേഗം കൂടുന്നു. പറഞ്ഞിരിക്കുന്നത് എന്താ? മാധ്യമങ്ങളുടെ താപനിലയിലുള്ള വ്യത്യാസം ശബ്ദവേഗത്തെയും ബാധിക്കുന്നുണ്ട്. അതായത് താപനില കൂടുന്നതിനനുസരിച്ചിട്ട് ശബ്ദത്തിൻ്റെ വേഗവും കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം കണ്ട് 3 സെക്കൻഡിനു ശേഷം അതിൻ്റെ ശബ്ദം കേട്ടുവെങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലായിരിക്കും? അതായത് ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് വായുവിലെ പ്രകാശവേഗം വളരെ കൂടുതലാണ്. അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതായത് സെക്കൻഡിൽ 3 × 10⁸ മീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. അതായത് പ്രകാശം വളരെ പെട്ടെന്ന് സെക്കൻഡിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട് ഇത്രയും ദൂരം. അതിനാൽ പടക്കം പൊട്ടുന്ന സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ വെളിച്ചം അകലെ നിൽക്കുന്ന ആൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ വായുവിലെ ശബ്ദം
ഏകദേശം 350 മീറ്റർ പെർ സെക്കൻഡ് മാത്രമാണ്. അതായത് ശബ്ദത്തെക്കാളും സ്പീഡിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് കാരണമാണ് നമുക്ക് ആദ്യം വെളിച്ചം കാണാൻ സാധിക്കുന്നത്. അതിന് ശേഷമാണ് ശബ്ദം പിന്നാലെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് അല്ലേ. ആദ്യം മിന്നൽ ആ ഒരു പ്രകാശം കണ്ടതിന് ശേഷമായിരിക്കും അതിൻ്റെ പിന്നാലെ ആയിരിക്കും ശബ്ദം വരുന്നത്. ശബ്ദം സഞ്ചരിച്ച ദൂരം = ശബ്ദവേഗം × സമയം. അതായത് ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സമയവും 3 സെക്കൻഡാണ്. അപ്പോൾ രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 1050 മീറ്ററാണ് ശബ്ദം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വേണം ശബ്ദത്തിന് ഇവിടേക്ക് എത്തണമെങ്കിൽ. പക്ഷേ അതിനേക്കാളും വളരെ സ്പീഡിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. പല സന്ദർഭങ്ങളിലും മിന്നൽ കണ്ട് അല്പസമയം കഴിഞ്ഞ് മാത്രം ഇടിനാദം കേൾക്കുന്നതിൻ്റെ കാരണം വിശദമാക്കൂ. വളരെ അകലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ മിന്നൽ കണ്ട് അല്പസമയം കഴിഞ്ഞു മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ. ശബ്ദവേഗം പ്രകാശത്തെ അപേക്ഷിച്ച് വളരെ കുറവായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ചെവിയും ശ്രവണവും. എങ്ങനെയാണ് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? അതിന് നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ്? നമുക്കറിയാം അല്ലേ, ചെവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. 2 അഗ്രവും മുറിച്ചു മാറ്റിയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു അഗ്രത്തിൽ പൊട്ടിയ ബലൂൺ ഡയഫ്രമായി ഉറപ്പിക്കുക. ബോട്ടിലിനു ചുറ്റും ഡയഫ്രത്തിനു മുകളിലായി 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള സുതാര്യമായ ഒരു അരുക്, അതായത് ഒരു ബോർഡർ ക്രമീകരിക്കുക. ഡയഫ്രത്തിനു മേൽ കടുകുമണികൾ ഇടുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് 2 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. ഒരു ഭാഗത്ത് ഒരു പൊട്ടിയ ബലൂൺ നല്ല ടൈറ്റായിട്ട് ഉറപ്പിച്ചു വയ്ക്കണം അല്ലേ. ഇനി അതിൻ്റെ മുകളിൽ ഒരു 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു സുതാര്യമായിട്ടൊരു ബോർഡർ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകുമണികൾ ഇടാൻ പറഞ്ഞിട്ടുള്ളത്. ചിത്രം 8.1.4 കാണുന്നത് പോലെ ബോട്ടിലിൻ്റെ തുറന്ന ഭാഗത്തിലൂടെ ഡയഫ്രത്തിൽ ശബ്ദം തട്ടുന്ന വിധത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് കടുകുമണികൾ നിരീക്ഷിക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതിൻ്റെ അടിഭാഗത്തു കൂടി സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കടുകുമണികൾ എന്തായിരിക്കും ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അതിൽ ഇടുന്നതിന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതായത് കടുകുമണികൾ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതായി കാണുന്നില്ലേ? കടുകുമണികൾ ചലിച്ചത് ഡയഫ്രം കമ്പനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതായത് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ആ ഒരു ബലൂണിൻ്റെ ആ ഒരു ഡയഫ്രത്തിൽ ചെന്ന് തട്ടുമ്പോൾ അതിങ്ങനെ കിടന്ന് കമ്പനം ചെയ്യാൻ തുടങ്ങും. അത് കമ്പനം ചെയ്യുമ്പോൾ അതിന്മേൽ കിടക്കുന്ന കടുകുമണികളും എങ്ങനെ കമ്പനം ചെയ്യും. ചെവിയും ഇത്തരത്തിൽ കമ്പനം ചെയ്യാൻ സാധിക്കുന്ന കർണപുടം എന്ന ഭാഗമുണ്ട്. അല്ല, ചെവിയിലും ഇത്തരത്തിൽ കമ്പനം ചെയ്യാൻ സാധിക്കുന്ന കർണപുടം എന്ന ഭാഗമുണ്ട്. നമ്മൾ പറയാറുണ്ട് എൻ്റെ കർണപടം വരെ അടിച്ചു പോകുമെന്ന് പറയാറുണ്ടല്ലേ ചില സമയത്ത്. അപ്പോൾ അതുപോലത്തെ ഒരു ഭാഗം നമ്മുടെ ചെവിയിലുണ്ട്. കമ്പനം ചെയ്യുന്ന വസ്തു അതിൻ്റെ ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മർദ്ദവ്യതിയാനങ്ങൾ മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് കർണപുടത്തെ കമ്പനത്തിന് വിധേയമാക്കുന്നു. കർണപുടം ആന്തരകർണത്തിലേക്ക് കമ്പനം അയക്കുന്നു. അവിടെ നിന്നും സിഗ്നലുകൾ തലച്ചോറിൽ എത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം അനുഭവവേദ്യമാകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതായത് കമ്പനം ചെയ്യുന്ന വസ്തു അതിൻ്റെ ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന്. അതാണ് അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. CR എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ C എന്ന് പറയുന്ന ഭാഗം മർദ്ദം കൂടിയ മേഖലയും R എന്ന് പറയുന്നത് മർദ്ദം കുറഞ്ഞ മേഖലയുമാണ്. അപ്പോൾ വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വായുവിൽ മർദ്ദവ്യതിയാനം ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ മർദ്ദം കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദത്തിലുള്ള ഈ മർദ്ദവ്യതിയാനം എന്ത് സംഭവിക്കും? മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് കർണപുടത്തിനെ കമ്പനം ചെയ്യിപ്പിക്കും. അങ്ങനെ കർണപുടം ആന്തരകർണത്തിലേക്ക് കമ്പനങ്ങൾ അയക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികളല്ലേ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആന്തരകർണം കമ്പനം ചെയ്യും. അവിടെ നിന്നും സിഗ്നലുകൾ തലച്ചോറിലേക്ക് എത്തും. പിന്നീട് തലച്ചോറ് നമുക്ക് ആ ഒരു ശബ്ദത്തിനെ അനുഭവവേദ്യമാക്കി തരുവാണ് ചെയ്യുന്നത്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ മർദ്ദവ്യതിയാനങ്ങൾ മാധ്യമത്തിലൂടെ സഞ്ചരിച്ചിട്ട് കർണപുടത്തിനെ കമ്പനം ചെയ്യിപ്പിക്കും. കർണപുടം എന്തു ചെയ്യും? അവിടെ നിന്നും ആന്തരകർണത്തിലേക്ക് കമ്പനങ്ങളെ അയക്കും. അവിടെ നിന്നും ഉണ്ടാകുന്ന സിഗ്നലുകൾ തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ശബ്ദ സ്രോതസ്സ്, മാധ്യമം, ശ്രവണേന്ദ്രിയം എന്നീ 3 ഘടകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ ഒന്ന് അടിവരയിട്ട് വെച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോക ശ്രവണ ദിനം എന്താണെന്നാണ്. അത് മാർച്ച് 3-നാണ്. ജന്മനാ തന്നെയോ പിന്നീടോ ശ്രവണേന്ദ്രിയത്തിന് തകരാറുകൾ സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആശയവിനിമയത്തിന് തടസ്സം, അതേപോലെ തന്നെ അപകട സാധ്യത, നെക്സ്റ്റ് സാമൂഹികമായ ഇടപെടലുകൾക്ക് ബുദ്ധിമുട്ട്,
പഠന സ്ഥലത്ത് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്, ഒറ്റപ്പെടൽ, സംസാര ഭാഷ സ്വായത്തമാക്കാനുള്ള തടസ്സം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് കേൾവി ശക്തി കുറഞ്ഞവരോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന്. അതായത് സഹഭാവത്തോടെ പെരുമാറണം, പ്രവർത്തനങ്ങളിലും പങ്കാളിത്തവും പരിഗണനയും നൽകണം, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇമ്പമാർന്ന സംഗീതം ലോകത്തെ കേൾപ്പിച്ച ബീതോവൻ പ്രതികൂല ജീവിതാവസ്ഥകളിൽ പതരാതെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിൽ മഹാവിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഹെലൻ കെല്ലർ തുടങ്ങിയ അനേകം മഹത് വ്യക്തികൾ ശ്രവണ തകരാറുകളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരാണെന്ന്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേൾവി കുറവ് എങ്ങനെ കണ്ടെത്താമെന്നും പിന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചൊക്കെയാണ്. അതായത് ഓഡിയോമീറ്റർ ഉപയോഗിച്ചുള്ള കേൾവി പരിശോധനയിലൂടെ കേൾവിക്കുറവ് കണ്ടെത്താൻ കഴിയും. ഓഡിയോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയിലൂടെ കേൾവിക്കുറവ് കണ്ടെത്താനായിട്ട് സാധിക്കും. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. ഇവിടെ 2 ഉപകരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കേൾവി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഓഡിയോമീറ്റർ ഉപയോഗിക്കാം. ഇനി നമുക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രവണ സഹായം ഉപയോഗിക്കാം. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത് നോക്കാനുള്ളത് ചെവിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചെവിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇടുന്നത് വലിയ അപകടമാണ്. കർണപുടം പൊട്ടിപ്പോകാനും കേൾവി ശക്തി നഷ്ടപ്പെടാനും കാരണമായേക്കാം. ഏതെങ്കിലും രീതിയിലുള്ള മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഘടനയുടെ പ്രത്യേകത മൂലം മുറിവ് ഉണങ്ങി വരാൻ പ്രയാസമാകും. ഇത് അണുബാധയ്ക്ക് ഇടയാവുകയും കേൾവി ശക്തിയെ ബാധിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ചെവിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ചെവിയിൽ കൂർത്ത സാധനമൊന്നും ഇടാൻ പാടില്ല എന്ന് അല്ലേ. കർണപടം പൊട്ടിപ്പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെവി കേൾക്കാൻ സാധിക്കില്ല. ഇനി അഥവാ ചെവിക്കുള്ളിൽ മുറിവുകളാണ് ഉണ്ടാകുന്നതെങ്കിലോ പെട്ടെന്ന് അത് ഉണങ്ങില്ല അല്ലേ. നെക്സ്റ്റ് സംഗീതവും ഒച്ചയും. സംഗീത ക്ലാസ്സിൽ കേൾക്കുന്ന ശ്രുതിമധുരമായ ശബ്ദവും ട്രാഫിക് പോയിന്റിലെ ശബ്ദവും താരതമ്യം ചെയ്ത് നോക്കാൻ. സംഗീത ക്ലാസ്സിൽ നിന്ന് വളരെ മനോഹരമായ ശബ്ദമൊക്കെ ആയിരിക്കും കേൾക്കുന്നത് അല്ലേ. പക്ഷേ നമ്മളൊരു ട്രാഫിക്കിൽ പെട്ടുപോയി കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു ശബ്ദം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല അല്ലേ. അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അവിടെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിരട്ട വീണയിൽ നിന്നും ഇമ്പമാർന്ന സംഗീതം കേൾക്കാൻ കഴിയുമല്ലോ. ചിരട്ട കല്ലിൽ ഉരസിയ ശബ്ദം എങ്ങനെയായിരിക്കും? നല്ല രസമുണ്ടായിരിക്കും അല്ലേ കേൾക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ 2 സിറ്റുവേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ സംഗീതമെന്നും ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതും അരോചകമായതുമായ ശബ്ദത്തെ ഒച്ച എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ സംഗീതം, ഒച്ച ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. സംഗീതം എന്ന് പറയുമ്പോൾ എന്താ, ക്രമമായ കമ്പനത്തോടെ നമുക്ക് കേൾക്കാൻ, ചെവിക്ക് കേൾക്കാൻ ഇമ്പമായിട്ടുള്ളതാണ് സംഗീതം എന്ന് പറയുന്നത്. പക്ഷേ ക്രമരഹിതമായ കമ്പനം കൊണ്ടുണ്ടാകുന്ന അരോചകമായിട്ടുള്ള ശബ്ദത്തെയാണ് ഒച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം ഒന്ന് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ആണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൊളാഷൊക്കെ തന്നിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് വാഹനങ്ങളായാലും അതുപോലെ തന്നെ ഫാക്ടറികളായാലും ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം എന്താ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് ഗൗരവമേറിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ശബ്ദമലിനീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ശബ്ദമലിനീകരണം എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചാൽ എന്ത് പറയാം? മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ അസഹ്യവും അസ്വസ്ഥത ഉളവാക്കുന്നതും അനാവശ്യവുമായ ശബ്ദ സൃഷ്ടിയാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. അതായത് മനുഷ്യനായാലും ജീവജാലങ്ങൾക്കായാലും ആ ഒരു ശബ്ദം കൊണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക, അതിനാണ് പറയുന്നത് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഇനി ശബ്ദമലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പോയിന്റുകളൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം, പ്രചരണ സംവിധാനങ്ങൾ, യന്ത്രങ്ങളുടെ പ്രവർത്തനം, ഉച്ചത്തിലുള്ള സംഗീതം തുടങ്ങിയവയൊക്കെ ശബ്ദമലിനീകരണത്തിന് കാരണമാവാറുണ്ട്. ഇനി ഈ ശബ്ദമലിനീകരണങ്ങളെല്ലാം നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒച്ച നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല മാനസികവും വൈകാരികവുമായ തലങ്ങളെയും ബാധിക്കുന്നു എന്ന്. ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ശബ്ദമലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നവർ ആരൊക്കെയാണെന്ന്. ഇതിൽ നമുക്ക് ടീച്ചേഴ്സ് പറയാം, മ്യൂസീഷ്യൻസ് പറയാം, അതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബ്ദമലിനീകരണം നമുക്ക് എങ്ങനെയെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു. ഇനി അതിനുള്ള പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. ഖനികളിലും നിർമ്മാണ മേഖലകളിലും മറ്റും ജോലി ചെയ്യുന്നവർ ചെവിയുടെ സംരക്ഷണത്തിനായി ഇയർ മഫ്സ് ധരിക്കണം. അതായത് 8.20 എന്ന് പറയുന്നൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ അയാൾ വെച്ചിരിക്കുന്നതാണ് ഇയർ മഫ്സ് എന്ന് പറയുന്നത്. പവർ കൂടിയ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ ഇവ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കർണസംരക്ഷണത്തിനായി ഇയർ പ്ലഗ് പോലുള്ള ഉപാധികൾ ഉപയോഗിക്കുക. അതായത് 8.21 ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കരുത്.
നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. ശബ്ദമലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോടതികൾ തുടങ്ങിയവയുടെ പരിസരത്ത് ഉച്ചത്തിലുള്ള ശബ്ദം ഒഴിവാക്കുക. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വർഷം അത് പഠിക്കണം കേട്ടോ. പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും നല്ല വരദാനങ്ങളിലൊന്നാണ് ഹൃദ്യമായ ശബ്ദം. ഇത് നമ്മുടെ വിനോദവേളകളെ സമ്പന്നമാക്കുന്നു. ചലച്ചിത്ര മേഖലയിലെ ലോകോത്തര ബഹുമതിയായ ഓസ്കാർ പുരസ്കാരം മികച്ച ശബ്ദ മിശ്രണത്തിലൂടെ ഇന്ത്യക്ക് നേടിത്തന്ന അതുല്യ പ്രതിഭയാണ് റസൂൽ പൂക്കുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഈ ഒരു പാരഗ്രാഫ് വായിക്കാൻ കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് ഇത്രയും വലിയൊരു ബഹുമതിയൊക്കെ ലഭിക്കുമ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഇതിൻ്റെ വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.